അധ്യായം 9. ഗുരു ആശ്രയിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ അവിടുന്ന് എന്തിന് മനുഷ്യനെ കുറ്റപ്പെടുത്തണം? അവിടുത്തെ ഹിതം ആർക്ക് തടുക്കാൻ കഴിയും? ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ, നീ ആരാണ്? നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചതെന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ? ഓരോ കളിമൺ പിണ്ഡത്തിൽ നിന്നും ശ്രേഷ്ഠമോനീയമോ ആയ ഉപയോഗത്തിനു വേണ്ടിയുള്ള പാത്രങ്ങൾ നിർമ്മിക്കുവാൻ കുശവന് അവകാശമില്ലേ? ദൈവം തൻ്റെ ക്രോധം വെളിവാക്കുവാൻ ശക്തി അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടുവാൻ വേണ്ടി നിർമ്മിച്ച ക്രോധപാത്രങ്ങളോട് വലിയ ക്ഷമ കാണിച്ചെങ്കിൽ അതിലെന്ത്? അത് താൻ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന കൃപാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. യഹൂദരിൽ നിന്ന് മാത്രമല്ല, വിജാതിരിൽ നിന്നുകൂടി വിളിക്കപ്പെട്ട നമ്മളും ആ പാത്രങ്ങളിൽ പെടുന്നു. അവിടുന്ന് ഹോസിയ വഴി അരുൾ ചെയ്തപ്പെട്ടതുപോലെ, എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനം എന്ന് ഞാൻ വിളിക്കും, പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവളെ എന്നും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറയപ്പെട്ട അതേ സ്ഥലത്തു വെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവർ വിളിക്കപ്പെടും. ഇസ്രായേലിനെ കുറിച്ച് ഏശയ്യായും വിലപിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടലിലെ മണൽ പോലെയാണെങ്കിലും അവരിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ കർത്താവ് ഭൂമിയിലെ മേലുള്ള വിധി അന്തിമമായി ഉടൻ തന്നെ നിർവഹിക്കും. ഏശയ്യ പ്രവചിച്ചിട്ടുള്ളതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ സോദോം പോലെ ആയിത്തീരുമായിരുന്നു, ഗോമോറയിലെ സദൃശരാവുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.